ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള 6ാം ദിനശ്രമവും വിഫലം. കാട്ടാന പനവല്ലി എമ്മടി വനമേഖലയിൽ നിലയുറപ്പിച്ചുവെങ്കിലും മറ്റൊരു മോഴയാനയുടെ സാന്നിധ്യം തിരിച്ചടിയായി. ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലാണ് മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ നടന്നത്. കർണാടകയിൽ നിന്നുമുള്ള വനപാലകരും ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അതൊക്കെ അല്ലേ വെളിച്ചം കത്തി കിട്ടിയെന്താ ജനവാസ മേഖലയോട് ചേർന്നുള്ള വനപ്രദേശത്താണ് രാവിലെ മുതൽ ആന നിലയുറപ്പിച്ചത്. വനംവകുപ്പ് ദൗത്യസംഘം ആനയെ ലൊക്കേറ്റ് ചെയ്ത് നിരീക്ഷിച്ചെങ്കിലും മയക്കുവെടി വെക്കാൻ സാധിച്ചില്ല. എമ്മടി തിരൂർക്കുന്ന് ഭാഗങ്ങളിൽ നിന്നാണ് ഒടുവിൽ സിഗ്നൽ ലഭിച്ചിട്ടുള്ളത്. ഇന്ന് ദൗത്യത്തിൽ ഡോക്ടർ അരുൺ സക്രിയയും പങ്കെടുക്കുന്നുണ്ട്. മുൻപ് ഇതേ കാട്ടാനയെ ബേലൂരിൽ നിന്ന് പിടികൂടിയ കർണാടക വനപാലക സംഘാംഗങ്ങളും ദൗത്യസംഘത്തിനോടൊപ്പമുണ്ട്. ഇന്നലെ രാത്രിയോടെ പനവല്ലി ആദണ്ടയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിരുന്നെങ്കിലും നാശനഷ്ടമൊന്നും ഉണ്ടായില്ല. കാർ യാത്രികരായ യുവാക്കൾ ആനയ്ക്ക് മുന്നിൽ പെടുകയും ചെയ്തിരുന്നു. ദൗത്യം ഇന്നേക്ക് 6 ദിവസങ്ങൾ പിന്നിടുകയാണ്. അടിക്കാടുകളും മറ്റും കാട്ടിനുള്ളിൽ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ്. കൂടെയുള്ള മറ്റൊരു മോഴയാന വനപാലകർക്ക് നേരെ തിരിയുന്നതും പ്രതിസന്ധിയാണ്. അനുയോജ്യ സാഹചര്യം വരെ ആനയെ പിന്തുടരാനും ട്രാക്ക് ചെയ്യാനുമാണ് വനംവകുപ്പ് ശ്രമിക്കുന്നത്. പ്രാദേശിക വാച്ചർമാർ ഉൾപ്പെടെ 50ഓളം പേർ വനത്തിനകത്ത് ദൗത്യത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെയും ശ്രമം തുടരാനാണ് വനംവകുപ്പിന്റെ തീരുമാനം. അമൃത ന്യൂസ്, വയനാട്.